നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. അന്നമനട പഞ്ചായത്തിലെ ആലത്തൂരിലെ നിർദ്ദിഷ്ട ഭൂമി ദേവസ്വം വകയാണെന്ന പേരിൽ ഒട്ടേറെ പേരുടെ പട്ടയാപേക്ഷയിൽ ചിലർ തടസ്സം നിൽക്കുകയാണെന്ന് സമരസമിതി. ഇക്കൂട്ടർക്ക് ചില താൽപര്യങ്ങളുണ്ടെന്നും സമരസമിതി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് ആദരാഞ്ജലി അർപ്പിച്ചു നാട്. വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തകർ മൗനജാഥ സംഘടിപ്പിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കായി ഇൻഡിവിജ്വൽ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനാവശ്യമായ പ്രത്യേക പ്ലാൻ തയ്യാറാക്കുകയാണ് ലക്ഷ്യം. വാർത്തകൾ വിശദമായി. അന്നമനട പഞ്ചായത്തിലെ ആലത്തൂർ നിർദ്ദിഷ്ട ഭൂമി ദേവസ്വം വകയാണെന്ന പേരിൽ ഒട്ടേറെ പേരുടെ പട്ടയാപേക്ഷയിൽ ചിലർ തടസ്സം നിൽക്കുകയാണെന്ന് സമരസമിതി. ഇക്കൂട്ടർക്ക് ചില താൽപര്യങ്ങളുണ്ടെന്നും സമരസമിതി ആരോപിച്ചു. വീടു നിർമ്മാണത്തിന് തടസ്സം നിൽക്കുന്ന സമീപനം തടയുമെന്നും ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കുമെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. അദ്ദേഹം തന്നെ എത്രയോ പേർക്ക് പട്ടയാപേക്ഷകൾ കൊടുത്തു. ഈ വെണ്ണൂർ ആലത്തൂർ ദേവസ്വത്തിന് കീഴിൽ നിരവധി പട്ടയങ്ങൾ ഈ കഴിഞ്ഞ 55 വർഷത്തിനുള്ളിൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത ഏത് ഭരണഘടനാ പ്രശ്നമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അപ്പോൾ ഇതിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഒന്നും നടപടിയാകാൻ പോകുന്ന കാര്യമല്ല. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഒരാളെയും ഒഴിപ്പിക്കാനോ ഒന്നും സാധ്യമായ കാര്യമില്ലെന്ന് അദ്ദേഹത്തിനും അറിയാം. പക്ഷെ ഒരുപാട് സാധാരണക്കാരുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ കളക്ടറേറ്റിന് മുമ്പിൽ ആലത്തൂര് പ്രദേശത്തുള്ള 10-50ഓളം പട്ടയാപേക്ഷകൾ കൊടുക്കുന്ന സംഗതി ഉണ്ടായി. അവിടെ ഒരു വലിയ കളക്ടറേറ്റ് മാർച്ചിന്റെ പിൻബലത്തിൽ ഇപ്പൊ വെണ്ണൂർ പ്രദേശത്തും ധാരാളം പേര് പട്ടയം അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏകദേശം 10,000-2000 ഹോൾഡിങ്സ് ഈ 207 ഏക്കർ ഭൂമിയിലുണ്ട്. അപ്പൊ അത്തരം ആളുകളെ മുഴുവനും കുഴപ്പത്തിലാക്കിയിട്ട് അതിൽ പ്രത്യേകിച്ച് പ്രയോജനം കിട്ടാനില്ല. അതുകൊണ്ട് ഇപ്പൊ അന്നൊന്നുമില്ലാത്ത ഒരു ഭരണഘടനാ പ്രശ്നം ഇപ്പൊ ഉന്നയിക്കുന്നതിന്റെ പുറകില് ഞങ്ങള് വിശ്വസിക്കുന്നത് അത് ഏതോ നിക്ഷിപ്ത താല്പര്യമാണ്. അത് അങ്ങനെ മനസ്സിലാക്കാൻ വേറെ നമുക്ക് അധികം ആളുകളുടെ ആവശ്യമില്ല. പട്ടയമില്ലാത്തതിനാൽ പ്രദേശത്ത് ബാങ്ക് വായ്പയും വീടു നിർമ്മാണവും തടസ്സപ്പെടുകയാണെന്ന് സമരസമിതി ആരോപിച്ചു. ആലത്തൂർ വില്ലേജ് സെറ്റിൽമെന്റ് രജിസ്ട്രാർ BTR പ്രകാരം 237 ഏക്കറോളം ഭൂമി ജന്മിത്ത വ്യവസ്ഥയിലായിരുന്നു. ദേവസ്വവും ബ്രഹ്മസ്വവും കൈവശം വച്ചിരുന്ന ഭൂമി ഭൂപരിഷ്കരണ നിയമത്തെ തുടർന്നാണ് ഭരണഘടനാ സാധുതയായി കൈവശക്കാരിലേക്കും സർക്കാരിലേക്കും എത്തിച്ചേർന്നത്. ലാൻഡ് ട്രൈബ്യൂണൽ വഴി പട്ടയങ്ങൾക്ക് ഉടമസ്ഥാവകാശം ഉണ്ടെന്നിരിക്കെ ആലത്തൂരിലെയും വെണ്ണൂരിലെയും കുടുംബങ്ങളെ വഴിയാധാരമാക്കുന്ന ചില ആളുകളുടെ പ്രവൃത്തിക്കെതിരെ കൂടുതൽ സമരസജ്ജരാകുമെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. നേതാക്കളായ അഡ്വക്കേറ്റ് VV ജയരാമൻ, TK ഗോപി, MR പ്രകാശ് ബാബു, ഷാജു കുന്നത്തുപറമ്പിൽ, ശ്രീലേഖ ദിലീപ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ ടൈം, മാള. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് ആദരാഞ്ജലികൾ അർപ്പിച്ച് മാളയിൽ മൗനജാഥ സംഘടിപ്പിച്ചു. CPM മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മൗനജാഥയിൽ CPM മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ്, മാള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ, മറ്റു പാർട്ടി പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ വിയോഗത്തിൽ CPM കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി അനുശോചനം രേഖപ്പെടുത്തി. പാർട്ടി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നഗരത്തിൽ മൗനജാഥ നടത്തി. പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച ജാഥ നഗരം ചുറ്റി ചന്തപുരയിൽ സമാപിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KR ജയത്രൻ, TP പ്രവേശ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ CV ഉണ്ണികൃഷ്ണൻ, TK മധു, KK ഹാഷിഖ്, വ്യാപാരി വ്യവസായി സമിതി സെക്രട്ടറി അമർലാൽ, നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത എന്നിവർ നേതൃത്വം നൽകി.
അന്നമനട ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കായി ഇൻഡിവിജ്വൽ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ വിവിധ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന 348 പേരുടെ സർവേ പൂർത്തീകരിച്ച് ഓരോ ഭിന്നശേഷിക്കാരുടെയും സാമൂഹിക ആരോഗ്യ നിലവാരം ഉയർത്തി മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉയർത്തുന്നതിനാവശ്യമായ പ്രത്യേക പ്ലാൻ തയ്യാറാക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം കമ്മിറ്റി ചെയർമാൻ മഞ്ജു സതീശൻ അധ്യക്ഷത വഹിച്ചു. നിപ്മെന്റ് CEO ചന്ദ്രബാബു, ഡോക്ടർ സുലജ ഓവർ എന്നിവർ ക്ലാസ് നയിച്ചു. സവിത ശശി സംസാരിച്ചു. ഇടപെടലുകളാണ് നടത്തുന്നത്. ഈ പഞ്ചായത്ത് മാത്രമല്ല, കേരളത്തിലെമ്പാടും ഉള്ള ഒരു മെച്ചപ്പെട്ട് നടക്കുന്ന കേരളത്തിലെ പെൻഷൻ കൊടുക്കുക നമുക്ക് എളുപ്പമാണ്. ഒരു റൊട്ടീനായിട്ട് നടന്നു പോകും. കുറച്ച് പേർക്ക് സഹായക ഉപകരണങ്ങൾ കൊടുക്കുക, അതും എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് കൊടുക്കും. പിന്നെന്താണ്, പിന്നെ അമ്മമാർക്ക് കേൾക്കുന്നില്ല, ഇപ്പം കേൾക്കാവോ? അമ്മമാർക്ക് അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിന് പരിശീലനം കൊടുക്കും. ഇങ്ങനെ ചില പ്രവർത്തനങ്ങൾ, ചിതറിയ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. അങ്ങനെ ഒറ്റപ്പെട്ടതും ചിതറിയതുമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ മേഖലയിലെ ഒരു സമഗ്രമായ വികസനം സാധ്യമല്ല. അത് നമ്മൾ ആദ്യം അംഗീകരിക്കണം. നമ്മൾ ചെയ്യുന്നില്ല എന്നല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ കല്ലിലടിച്ച പൂക്കുല പോലെ ചിതറിപ്പോകുന്ന അവസ്ഥയുണ്ട്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് മാള യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് MK മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. നിങ്ങളൊരു വ്യക്തി ഇല്ലാണ്ടാകുന്ന ഒരു നിമിഷം അല്ലെങ്കിൽ ആ നിമിഷം മുതൽ എങ്ങനെ അവർ മുന്നോട്ട് പോകും? നിങ്ങൾ അതിന് മാത്രം സാമ്പത്തിക ഭദ്രതയുള്ളവരാണോ? സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് അടിത്തറയുണ്ടോ? അത്രയും ബാങ്ക് ബാലൻസ് നിങ്ങൾക്കുണ്ടോ? അത് ഇല്ല എന്നുണ്ടെങ്കിൽ ആ കുടുംബം, നമ്മളുടെ ചെറിയ കൊച്ചു മക്കള്, നിങ്ങളുടെ ഭാര്യ, ഇവരെല്ലാവരും എങ്ങനെ ജീവിക്കും? അല്ലെങ്കിൽ അവർക്ക് ആരാണ് ഒരു സഹായമായിട്ട് വരാനുള്ളത്? ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് എന്താണെന്നുള്ളത് ഞാൻ അധികം വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിപ്പോൾ മനസ്സിലാക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, കുറേ പേർക്ക് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായവരത് മനസ്സിലാക്കി വെക്കുക, മനസ്സിലാവാത്തവർ പറയേണ്ടതൊന്ന് കേൾക്കുക. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനൊരു പദ്ധതി നമ്മളുടെ സംഘടന, സ്റ്റേറ്റ് ഘടകം അല്ലെങ്കിൽ സ്റ്റേറ്റ് കമ്മിറ്റി, എല്ലാ ജില്ലകളിൽ നിന്നും പ്രതിനിധികൾ അടങ്ങുന്ന സ്റ്റേറ്റ് കമ്മിറ്റി എന്തിനാണ് ഇങ്ങനെ തീരുമാനമെടുത്തത്? യൂണിറ്റ് പ്രസിഡന്റ് KB അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PN സജീവ്, തൃശൂർ ജില്ലാ സെക്രട്ടറി വർഗീസ് ഇരുമ്പൻ, IK പ്രകാശൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അന്നമനട പഞ്ചായത്തിലെ ആലത്തൂരിലെ നിർദ്ദിഷ്ട ഭൂമി ദേവസ്വം വകയാണെന്ന പേരിൽ ഒട്ടേറെ പേരുടെ പട്ടയാപേക്ഷയിൽ ചിലർ തടസ്സം നിൽക്കുകയാണെന്ന് സമരസമിതി. ഇക്കൂട്ടർക്ക് ചില താൽപര്യങ്ങളുണ്ടെന്നും സമരസമിതി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് ആദരാഞ്ജലി അർപ്പിച്ചു നാട്. വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തകർ മൗനജാഥ സംഘടിപ്പിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്കായി ഇൻഡിവിജ്വൽ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനാവശ്യമായ പ്രത്യേക പ്ലാൻ തയ്യാറാക്കുകയാണ് ലക്ഷ്യം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.